ഹായ് ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് 1/32 സ്കെയിലിൽ വരുന്ന പോർഷെ 911 എന്ന് പറയുന്ന ഒരു മോഡലായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. 479 രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം 11 ദിറംസിനാണ് ഞാനിത് ദുബായിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 1/32 സ്കെയിലിൽ വരുന്ന പോർഷെ 911 എന്ന് പറയുന്ന മോഡൽ ഈ ഒരു പ്രൈസിന് വർത്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റും. അത്യാവശ്യം ഡീറ്റെയിലും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ടാവാം ഇതിൻ്റെ എംപ്ലോ ഒന്നും ഇതിലില്ല. ഇതൊരു സ്പോർട്സ് മോഡൽ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ സ്പോയിലർ അവൈലബിൾ ആണ്. അതുതന്നെ ബാറ്ററി അടിയിലാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. സീറ്റൊക്കെ ബക്കറ്റ് സീറ്റ്സ് ആയിട്ട് സ്പോർട്സ് മോഡലിന് വരുന്ന അതേ സെയിം മോഡൽ സീറ്റ്സാണ് വരുന്നത്, റെഡ് കളറിൽ. അതുപോലെ ഈ ഒരു വണ്ടീൻ്റെ എൻജിൻ വരുന്നത് ബാക്കിലാണ്. അത് ഓപ്പൺ ചെയ്യാനും പറ്റും. എൻ്റെ കയ്യിൽ വേറെ 2 വണ്ടികൾ കൂടി ഉണ്ട്. അതിലൊന്ന് ടൊയോട്ടൻ്റെ LC ആണ്. ഓൾഡ് ഷേപ്പിൽ വരുന്ന LC ആണ്. ഇതിൻ്റെ ഒറിജിനൽ വണ്ടി ഇപ്പോൾ GCC കൺട്രീസിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇത് ഞാൻ ഇവിടുത്തെ ഒരു ചൈന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 7-8 ദിറംസ് കൊടുത്തിട്ട് നാട്ടിലൊരു 170 രൂപ ഏകദേശം ആ റേഞ്ചിലാണ്. ഇതിൻ്റെ അടിയിൽ സ്പീക്കറുണ്ട്, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. വേറെ ഒന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഫേവറേറ്റ് വണ്ടിയായ G-Wagon. ഇത് ഞാൻ ഇവിടുത്തെ തെമു എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഏകദേശം ഒരു 30 ദിറംസിൻ്റെ അടുത്താണ് വന്നത്. നാട്ടിലെ ഏകദേശം ഒരു 700 രൂപൻ്റെ മുകളിൽ വരും. ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ളൊരു മോഡലാണിത്. സൈഡിൽ V8 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ G-Wagon കമ്പനി നെയിം എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇത് പിന്നെ സ്പീക്കർ വരുന്നില്ല, സൗണ്ടും ലൈറ്റ് അങ്ങനത്തെ സിസ്റ്റം അല്ല. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ബാക്ക് ലൈറ്റൊക്കെ നല്ല ഡീറ്റെയിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീലിൻ്റെ ഒരു ഷോട്ടാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിന് താങ്ക്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.